ഇനിയിൽ ആരതൊക്കെ ജീവൻ തകരും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാന്ന് എനിക്ക് തെളിയിക്കണം. വേറെ വഴി എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. മമ്മുവിന്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എന്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓ, അപ്പൊ നീ ആയിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും. ഈ 2 വർഷത്തിന്റെ ഇടയിൽ എത്രയോ പൈസ ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഒരു 5000 തരാ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും എത്രയോ പൈസ എല്ലാത്തിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും അവനക്ക് കൊടുത്തില്ല. 5ന്റെ കാനഡ നയ പൈസ ഇല്ല. ഇതാ കണ്ടോ, ഇതാ ഒരു നീണ്ട കഥ, നീണ്ട കഥ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അല്ലെ മമ്മൂനോട് മമ്മൂന്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറ. എന്താ ഉറക്കം വരുന്നു. എടാ, ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഒന്നും മറന്നുപോയതാ. അല്ലാണ്ട് ഒരു ഉറപ്പ് ഇങ്ങോട്ടേക്ക് മമ്മൂ നിന്റെ വീട്ടിൽ കൊടുക്കും 5000 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാണത്. അവരല്ല ഞാൻ ശരിക്കുള്ള കള്ളനാണെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇത്രയും ഓനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിന്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഷമീറിന്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. പിന്നെ എന്നെക്കാളും മുകളിലേക്ക് എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവന്റെ ഉള്ളിലേക്ക് കയറി. ഇടക്കിടക്കുള്ള കൂത്തുവർത്താനുണ്ടല്ലോ എനിക്കത്. എന്റെ അനിയന്മാരെ പോലെ അല്ല, എന്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചോനാണ് ഞാൻ. വീഡിയോ ചെയ്തിട്ടാണ് അനക്ക് സംരക്ഷണം വേണമെങ്കിൽ അനക്ക് ഞാൻ തരും. ഇക്കാണ്ട് വേറെ വഴിയിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. ചാവട്ടെ, എല്ലാ എണ്ണവും ചാവട്ടെ.